പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 26 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഓരോ വ്യക്തിയുടെയും വിജയത്തിന്റെ പുറകിൽ എന്ന് പറയുമ്പോൾ അറിവാണ്. അറിവ് കൂടുന്തോറും ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് പരീക്ഷകളിലും എവിടെയും നമുക്ക് വിജയിക്കാൻ സാധിക്കും. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. ഓരോരോ കാര്യങ്ങൾ നമ്മൾ അറിയും തോറും അതിൽ നമുക്കുണ്ടാകുന്ന ഒരു മാറ്റമുണ്ട്. ആ മാറ്റമാണ് നമുക്ക് ആവശ്യം. ജേഡിസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. DRDOയുമായി ചേർന്ന് ABHED എന്ന പേരിൽ ലൈറ്റ് വെയ്റ്റ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വികസിപ്പിച്ച IIT ഡൽഹി. ഇപ്പോൾ ABHED എന്നത് ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ആണ്. ഇതിൻ്റെ ഫുൾ ഫോം ആണ് അഡ്വാൻസ്ഡ് ബാലിസ്റ്റിക് ഫോർ ഹൈ എനർജി ഡിഫീറ്റ്. അപ്പോൾ അഡ്വാൻസ്ഡ് ബാലിസ്റ്റിക് ഫോർ ഹൈ എനർജി ഡിഫീറ്റ് ABHED എന്ന ഈ ഒരു ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് DRDO ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഡൽഹിയും സംയുക്തമായിട്ടാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഭാരം കുറഞ്ഞ ഇത് 8.2 കിലോഗ്രാമും ഏറ്റവും ഭാരം കൂടിയത് 9.5 കിലോഗ്രാം ആണ്. 3 തരത്തിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും പറയുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത പുറകിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും ഏതാണ്ട് 360 ഡിഗ്രിയിൽ ഇതിനെ സംരക്ഷിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ലൈറ്റ് വെയ്റ്റ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ആണ് ABHED. ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇത് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനും IIT ഡൽഹിയുമാണ്. HIV എയ്ഡ്സ് എന്നിവ അവസാനിപ്പിക്കുക എന്ന UN-ന്റെ സുസ്ഥിര വികസന ലക്ഷ്യത്തിൻ്റെ ലക്ഷ്യം കൈവരിക്കാൻ 7 വർഷത്തോടെ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്. 2030 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യ പ്രഖ്യാപിച്ച ഒന്നാണ്. അതായത് 2030 HIV എയ്ഡ്സ് എന്നിവ അവസാനിപ്പിക്കുക എന്ന ആ ലക്ഷ്യം. 79ാമത്തെ യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയിൽ ആരോഗ്യ കുടുംബക്ഷേമത്തിനായുള്ള കേന്ദ്ര സഹമന്ത്രി ശ്രീമതി അനുപ്രിയ സിംഗ് പട്ടേൽ ഒരു ഹൈ ലെവൽ സൈഡ് ഈവന്റിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു. അതായത് ഇപ്പോൾ UN ജനറൽ അസംബ്ലി 79ാമത്തെ സെഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ മറ്റൊരു പ്രത്യേകത, 79ാമത്തെ യുണൈറ്റഡ് നേഷൻ ജനറൽ അസംബ്ലിയിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും അഭിസംബോധന ചെയ്തിരുന്നു. യുണൈറ്റഡ് നേഷന്റെ 3ാമത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ സുസ്ഥിര വികസന ലക്ഷ്യത്തിൽ വരുന്ന ഒന്നാണ് പൂർണ്ണമായിട്ടും HIV എയ്ഡ്സ് എന്നിവ 2030 അവസാനിപ്പിക്കുമെന്നത്. 2010 അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഏതാണ്ട് 44% എയ്ഡ്സ് രോഗികളാണ് കുറഞ്ഞു വരുന്നത്. ഇന്ത്യയുടെ ലക്ഷ്യമാണ് 2030 ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും എയ്ഡ്സ് എന്നത് ഉണ്ടാവില്ല എന്ന ഒരു ലക്ഷ്യം. ഏഷ്യ പവർ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യ ഏത് രാജ്യത്തെ മറികടന്ന് ഏഷ്യയിലെ ഏറ്റവും ശക്തമായ 3ാമത്തെ രാജ്യമായി മാറി? ജപ്പാൻ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പവർ ഇൻഡെക്സ് ഇത് പുറത്തിറക്കി. ഇതനുസരിച്ച് ഇന്ന് ഇന്ത്യയാണ് മോസ്റ്റ് പവർഫുൾ നേഷൻ ഇൻ ഏഷ്യ എന്ന രീതിയിൽ. ഏഷ്യ പവർ ഇൻഡെക്സ് എന്ന സൂചിക പ്രകാരമാണ് ജപ്പാനെ മറികടന്നുകൊണ്ട് ഇന്ത്യ ഈ ഇൻഡെക്സ് പ്രകാരം 3ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ഈ ഒരു ഇൻഡെക്സ്, ഏഷ്യ പവർ ഇൻഡെക്സ്, ഇത് എല്ലാ വർഷവും പബ്ലിഷ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ലോവി ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇതനുസരിച്ചാണ് ഇപ്പോൾ ഇന്ത്യ ജപ്പാനെ മറികടന്നുകൊണ്ട് ഈ ഒരു സൂചികയിൽ 3ാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന രാജ്യമാണ് US, 2ാം സ്ഥാനത്ത് ചൈന, 3ാം സ്ഥാനത്ത് ഇന്ത്യ, 4ാം സ്ഥാനത്ത് ജപ്പാൻ എന്നിങ്ങനെ പോകുന്നു. ഇതിന് ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പർച്ചേസിംഗ് പവർ ഏറ്റവും കൂടുതൽ എന്ന് പറയാൻ സാധിക്കും. അതായത് ലോകത്തിന് പറയുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക സ്കോർ 4.2 പോയിന്റ് വർദ്ധിച്ചിരിക്കുകയാണ്. അതായത് വാങ്ങിക്കാനുള്ള ശേഷി ആ ഒരു കാര്യത്തിൽ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ എന്ന നിലയിലാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നില. ഇന്ത്യയിലെ ആദ്യത്തെ CO2 മെത്തനോൾ പൈലറ്റ് പ്ലാന്റ് എവിടെയാണ് ആരംഭിച്ചത്? പൂനെ. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ഡൈ ഓക്സൈഡ് നിന്ന് മെത്തനോൾ അത് ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ പ്ലാന്റ് ആയിട്ട് മാറി പൂനെയിലെ തെർമാക്സ് എന്ന എഞ്ചിനീയറിംഗ് കമ്പനി. IIT ഡൽഹിയും പൂന ആസ്പദമായിട്ടുള്ള തെർമാക്സ് എന്ന കമ്പനിയുമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് നിന്ന് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്ന് നമുക്കറിയാം മെത്തനോൾ എന്ന പ്രോഡക്റ്റ് ഇന്ന് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കരിമ്പിൽ നിന്നാണ്. എന്നാൽ ഈ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പല സ്ഥലങ്ങളിലും ഉപയോഗിക്കാൻ സാധിക്കും. അതായത് ഫെർട്ടിലൈസറിന്, പ്ലാസ്റ്റിക് ഉൽപ്പാദനത്തിന്, ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിന് വേണ്ടി, TV സ്ക്രീൻ ആൻഡ് മൊബൈൽ ഫോൺ, ബയോഡീസൽ, ബ്ലൻഡഡ് വെഹിക്കിൾ ഫ്യൂവൽ, മറൈൻ ഫ്യൂവൽ എന്നിവയെല്ലാം. ഇപ്പോൾ മെത്തനോൾ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് ആണ്. ഇതനുസരിച്ചാണ് ഇപ്പോൾ പൂനെയിലെ തെർമാക്സ് എന്ന കമ്പനി IIT ഡൽഹിയുമായി സംയുക്തമായിട്ട്
ഒരു ദിവസം 1.4 ടൺ മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നത്. മങ്കിടിയ സമുദായത്തിന് ഈയിടെ പ്രത്യേക ഗോത്രവർഗ പദ്ധതി നൽകിയ സംസ്ഥാനം ഒഡീഷ. ഒഡീഷയിലെ ഒരു സമുദായമാണ് മങ്കിടിയ. മങ്കിടിയയ്ക്ക് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടെന്ന് പറയുമ്പോൾ പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് എന്ന ആ ഒരു സ്ഥാനം ലഭിച്ചിരിക്കുകയാണ്. ഇത് 6ാമത്തെ ഒരു കമ്മ്യൂണിറ്റിയാണ് മങ്കിടിയ ഈ ഒരു സ്ഥാനം ലഭിക്കുന്നത്, അതായത് PVTG എന്നത്. പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്, അതായത് പ്രത്യേകിച്ച് ദുർബലരായിട്ടുള്ള ആദിവാസി വിഭാഗം. മങ്കിടിയ എന്നത് ഒഡീഷയിലെ ഒരു കമ്മ്യൂണിറ്റിയാണ്. ഒഡീഷയിൽ ആദ്യമായിട്ട് PVTG, അതായത് പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്, ഇത് ലഭിച്ചിട്ടുള്ളത് പൗഡിയ ബുയാൻ എന്ന ഒരു സമുദായത്തിനാണ്. ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും അകലെയും വനമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ PVTG, അതായത് പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ് എന്ന് ഇവരെ വിശേഷിപ്പിക്കുന്നത്. ഇന്ന് കേരളത്തിലാണെങ്കിൽ കാസർഗോഡുള്ള കൊറാഗ, മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള ചോളനായ്ക്കൻ, പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള കുറുമ്പാർ, പാലക്കാട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള കാടാർ, അതുപോലെ തന്നെ വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ഡിസ്ട്രിക്റ്റ് കാണുന്ന കാട്ടുനായ്ക്കൻ എന്നീ സമുദായങ്ങൾ പെർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പിൽ ഉൾപ്പെട്ടിട്ടുള്ള സമുദായങ്ങളാണ്. ഒഡീഷയുടെ പരമോന്നത കായിക പുരസ്കാരമായ 2024 ഏകലവ്യ പുരസ്കാരത്തിന് ആരെയാണ് തിരഞ്ഞെടുത്തത്? പ്രത്യാശ റേ. ഒഡീഷയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു അവാർഡ് ആണ്, സ്പോർട്സ് അവാർഡാണ് ഏകലവ്യ പുരസ്കാർ. പ്രത്യാശ റേ എന്ന സ്വിമ്മറിനാണ് 2024 ഏകലവ്യ പുരസ്കാർ നൽകി ആദരിച്ചിട്ടുള്ളത്. ഈ കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിൽ, ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്നിട്ടുള്ള ഗുവാഹട്ടിയിലെ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ 4 സ്വർണം, 1 വെള്ളിയും 1 വെങ്കലം ഉൾപ്പെടെ 6 മെഡൽ നേടിയിട്ടുള്ള സ്വിമ്മറാണ് പ്രത്യാശ റേ. 2024 ഹോങ്കോങ് ഓപ്പൺ പുരുഷ ഡബിൾസ് ഇനത്തിൽ ഇന്ത്യയിൽ നിന്ന് ആരാണ് വിജയിച്ചത്? ജീവൻ നെടുഞ്ചെഴിയൻ, വിജയ് സുന്ദർ. ഇന്ത്യയിലെ പ്രൊഫഷണൽ ടെന്നീസ് പ്ലെയേഴ്സ് ആണ് ജീവൻ നെടുഞ്ചെഴിയൻ, വിജയ് സുന്ദർ. 2024 ഹോങ്കോങ് ഓപ്പൺ പുരുഷ ഡബിൾസിൽ ജീവൻ നെടുഞ്ചെഴിയനും വിജയ് സുന്ദർ ആണ് വിജയിച്ചിട്ടുള്ളത്. ജർമ്മൻ ജോഡിയായിട്ടുള്ള കോൺസ്റ്റാന്റിൻ ഫ്രാൻസൻ, ഹെൻട്രിക് ജെബൻസിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ജോഡികൾ ഈ ഒരു കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. സമീപകാല റിപ്പോർട്ട് പ്രകാരം ദളിതർക്കെതിരെ ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനങ്ങൾ ഏതാണ്? ഉത്തർപ്രദേശ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ആണ്, അതായത് ഏറ്റവും കൂടുതൽ ദളിതർക്കെതിരെ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംസ്ഥാനം എന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശ്, അത് കഴിഞ്ഞ് വരുന്നതാണ് മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവയെല്ലാം. ഈ കണക്ക് 2022 കണക്കനുസരിച്ചാണ് ഉത്തർപ്രദേശ് ഏറ്റവും ടോപ്പ് ലെവലിൽ, രാജസ്ഥാൻ 2ാം സ്ഥാനത്ത്, 3ാം സ്ഥാനത്ത് മധ്യപ്രദേശ്. ഇതിൽ കേരളത്തിന്റെ സ്ഥാനം 13ാമത്തേതാണ്. ഇന്നലെ സെപ്റ്റംബർ 25 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ഏത് രാജ്യമാണ് AH-64E അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററുകൾ ഇന്ത്യക്ക് കൈമാറാൻ പോകുന്നത്? US. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യൻ ആർമിക്ക് ലഭിക്കാൻ പോകുന്ന ഒരു ഹെലികോപ്റ്റർ ആണ്, ദ മോസ്റ്റ് അറ്റാക്കിംഗ് ഹെലികോപ്റ്റർ ആണ് AH-64E. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ബോയിങ് കമ്പനിയാണ് ഇത് നൽകുന്നത്. ജേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡീസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. DRDOയുമായി ചേർന്ന് ABHED എന്ന പേരിൽ ലൈറ്റ് വെയ്റ്റ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ വികസിപ്പിച്ച IIT ഡൽഹി. HIV, എയ്ഡ്സ് എന്നിവ അവസാനിപ്പിക്കുക എന്ന UN-ന്റെ സുസ്ഥിര വികസന ലക്ഷ്യത്തിന്റെ ലക്ഷ്യം കൈവരിക്കാൻ ഏതു വർഷത്തോടെ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ്? 2030. ഏഷ്യ പവർ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യ ഏത് രാജ്യത്തെ മറികടന്ന് ഏഷ്യയിലെ ഏറ്റവും ശക്തമായ 3ാമത്തെ രാജ്യമായി മാറി? ജപ്പാൻ. ഇന്ത്യയിലെ ആദ്യത്തെ CO2 മെത്തനോൾ പൈലറ്റ് പ്ലാന്റ് എവിടെയാണ് ആരംഭിച്ചത്? പൂന. മങ്കിടിയ സമുദായത്തിന് ഈയിടെ പ്രത്യേക ഗോത്രവർഗ പദവി നൽകിയ സംസ്ഥാനം? ഒഡീഷ. ഒഡീഷയുടെ പരമോന്നത കായിക പുരസ്കാരമായ 2024 ഏകലവ്യ പുരസ്കാരത്തിന് ആരെയാണ് തിരഞ്ഞെടുത്തത്? പ്രത്യാശ റേ. 2024 ഹോങ്കോങ് ഓപ്പൺ പുരുഷ ഡബിൾസ് ഇനത്തിൽ ഇന്ത്യയിൽ നിന്ന് ആരാണ് വിജയിച്ചത്? ജീവൻ നെടുഞ്ചെഴിയൻ, വിജയ് സുന്ദർ. സമീപകാല റിപ്പോർട്ട് പ്രകാരം ദളിതർക്കെതിരെ ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനങ്ങൾ ഏതാണ്? ഉത്തർപ്രദേശ്. ഇന്ന് സെപ്റ്റംബർ 26 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, 2024 സെപ്റ്റംബർ വരെ ഐക്യരാഷ്ട്രസഭയിൽ എത്ര അംഗരാജ്യങ്ങളുണ്ട്?
3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് PDF ഫോർമാറ്റിൽ ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കഴിഞ്ഞ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സിന്റെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡൗൺലോഡ് ചെയ്യാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ആണ് ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.